പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ആ ഹെലികോപ്റ്ററുകൾ കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് ഉയർന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ ഈ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 10:53 കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയത്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലെത്തി. അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി ഏകദേശം 10 മിനിറ്റോളം സമയം ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ ചെലവഴിച്ചു. അതിനുശേഷമാണ് ഈ 3 ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കയറിയ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി, ഒപ്പം മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം DGP ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് ഹെലികോപ്റ്ററുകളും പോയിട്ടുണ്ട്. 3 ഹെലികോപ്റ്ററാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേണു. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എസ് വിജയകുമാറും ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശകലനവുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, എത്ര പ്രതീക്ഷയോടെയാണ് ഈ മോദിയുടെ സന്ദർശനത്തെ കേരളം നോക്കിക്കാണേണ്ടത്? വേണു, ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളത്തിന് വലിയ ആശ്വാസവും പ്രതീക്ഷയുമുണ്ട്. കാരണം ഇതൊരു ദേശീയ തലത്തിൽ ഇതിനോടകം തന്നെ ദേശീയ ശ്രദ്ധ പതിഞ്ഞ ഒരു വലിയ ദുരന്തമാണ്, ഒരു പ്രകൃതി ദുരന്തമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും ആൾനാശമുണ്ടായ, ജീവനും സ്വത്തിനും ഇത്രയും നാശമുണ്ടായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തം വേറെ ഇല്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു മേഖലയിലേക്ക് പ്രധാനമന്ത്രി വരികയാണ്. കേരളം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഈ സന്ദർശനത്തിൽ. അടിയന്തരമായി 2000 കോടിയുടെ ഒരു പുനർനിർമ്മാണ പാക്കേജ്, എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ പുനർനിർമ്മാണം നടത്തേണ്ടുന്ന മേഖലകൾക്കുള്ള ഒരു അടിയന്തര പാക്കേജ് ഇതിനോടകം കേന്ദ്ര സംഘത്തിന് പക്കൽ ഇന്നലെ നമ്മുടെ മന്ത്രിതല ഉപസമിതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വിശകലനവും പൂർത്തിയാക്കി ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കത്തക്ക നിലയിലേക്ക് അവർ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് സംസ്ഥാന സർക്കാരിന് ഈ കേന്ദ്ര സംഘം ഉറപ്പ് കൊടുക്കുകയും. ഒരു സെക്കൻഡ് വിജയകുമാർ, ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങൾ കൂടെ കാണാമല്ലോ. പ്രധാനമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ദൃശ്യം കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, നേരത്തെയും സമാനമായി ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ച് മോദിയും പിണറായിയും നിൽക്കുന്നത് നാം ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. വളരെ സൗഹാർദ്ദപരമായ ഊഷ്മളമായ ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണിപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറുമൊക്കെ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. എയർഫോഴ്സിൻ്റെ 3 ഹെലികോപ്റ്ററുകളിലാണ് ഇവർ പുറപ്പെട്ടിരിക്കുന്നത്. വിജയകുമാർ തുടരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർഫോഴ്സിൻ്റെ 3 ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിരിക്കുന്നതാണ്. അത് വയനാട്ടിലേക്ക് ഉടനെത്തും. കൽപ്പറ്റയിൽ SKMJ സ്കൂളിൽ പ്രത്യേകമായി ആ പരിസരത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപാഡിലാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അടക്കം ഇറങ്ങുക. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ ഈ ദുരന്ത മേഖലയിലേക്ക് വ്യോമ നിരീക്ഷണത്തിന് പുറപ്പെടുക എന്നാണ് അവിടെ നിന്ന് ദീപക് ധർമ്മടോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഈ പിണറായിയെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു ശരീരഭാഷയാണോ? നമ്മൾ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ എല്ലാ സന്ദർഭങ്ങളിലും ഇതേ കാഴ്ച തന്നെ കണ്ടിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ ഊഷ്മളമായ സൗഹൃദം പുലർത്തുന്ന, അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഗവർണറെയും ദൃശ്യങ്ങളിൽ കാണാം. ഈ ദുരന്തത്തിൻ മേഖലയിൽ ആദ്യം സന്ദർശിച്ച മന്ത്രി ജോർജ് കുര്യനായിരുന്നു. ജോർജ് കുര്യനെ പ്രധാനമന്ത്രി തന്നെയാണ് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി അയച്ചത് എന്ന് വ്യക്തമായിരുന്നു. അന്ന് ജോർജ് കുര്യൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ ആ സമയത്തെ ദൃശ്യങ്ങൾ പിന്നീട് ജോർജ് കുര്യൻ തന്നെ പുറത്തുവിട്ടതാണ്. അതിനുശേഷം സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അദ്ദേഹവും ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അന്ന് സുരേഷ് ഗോപി അവിടെ എത്തിയ സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് കേരളത്തെ സഹായിക്കുക എന്നതിൻ്റെ സാധ്യതയെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കലല്ല ചട്ടം. തീവ്ര ദുരന്തം, അതിതീവ്ര ദുരന്തം എന്നതിനെ കാറ്റഗറി തിരിച്ച് ആണ് തീരുമാനമെടുക്കുക. അതിൽ ഒരു കേരളത്തിന് അനുകൂലമായ തീരുമാനമെടുക്കണമെന്ന് പ്രധാനമന്ത്രിയോട് നേരിട്ട് അഭ്യർത്ഥിക്കും എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. ഇപ്പോൾ ഈ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ആ ഫ്ലൈറ്റിൽ തന്നെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും, 2 കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇതിനോടകം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ എത്ര ഭീകരമായ ദുരന്തമാണ്, അതിൻ്റെ ആഘാതം എത്രയാണ്, കേവലം ഒരു മേഖലയിൽ മാത്രമല്ല അത് കേരളത്തെ ആകെ ബാധിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി ഈ 2 കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഗവർണർമാരുടെ ഒരു സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, കേരളത്തിന് വേണ്ടി എല്ലാവരും നിലകൊള്ളണം എന്നാണ് തൻ്റെ പ്രസംഗത്തിൽ കൂടുതൽ സമയവും പറഞ്ഞത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അപ്പോൾ പൊതുവെ കേരളത്തിൻ്റെ ആവശ്യം എന്താണ് എന്നതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാവരും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് കേരളത്തിന് കൂടുതൽ സഹായം വേണം, ആ സഹായം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകണം എന്നതാണ് കേരളത്തിൻ്റെ പൊതുവികാരം. അക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്
പെട്ടെന്നുള്ള സഹായം, കേന്ദ്രത്തിൻ്റെ സഹായമില്ല, നമുക്ക് ഇനി ഈ മേഖലയെ പുനർനിർമ്മിക്കാൻ കഴിയില്ല, നമ്മളെ കൊണ്ട് കൂടിയാൽ അത് നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇക്കാര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം വേണമെന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കേരളത്തിൻ്റെ പൊതു ആവശ്യമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അത് കണക്കിലെടുത്ത് ഇപ്പോൾ അടിയന്തര പാക്കേജ് എന്നത് 2000 കോടിയുടേതാണ്. അപ്പോൾ അത് അടിയന്തര പുനർനിർമ്മാണമാണ്. ഈ മേഖലയുടെ മുഴുവൻ ചൂരൽമലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ആ മേഖലയുടെ, ജനവാസ മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിനുള്ള ഒരു കണക്കെന്ന നിലയിലാണ് നമ്മളത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ കാറ്റഗറി അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ ഇതിനെ കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ, അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, വിജയകുമാറിലേക്ക് വരാം. ഇപ്പോൾ ഇനി പ്രധാനമന്ത്രിയുടെ യാത്രാപഥത്തിലെ അടുത്ത ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് കൽപ്പറ്റയിലെ ഹെലിപ്പാഡാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ദീപക് ധർമ്മടവും ചേരുന്നുണ്ട്. ദീപക്, എപ്പോഴേക്ക് പ്രധാനമന്ത്രിയുടെ കോപ്റ്റർ അവിടെ ഇറങ്ങുമെന്നാണ് കണക്ക് കൂട്ടുന്നത്? പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന MI-17 ഹെലികോപ്റ്റർ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ്. അല്പസമയത്തിനകം തന്നെ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഹെലിപ്പാഡിലേക്ക് ഇറങ്ങും. ഹെലിപ്പാഡിൽ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഡൽഹി എയർപോർട്ടിൽ നിന്നും ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അദ്ദേഹം നേരത്തെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ B777 വിമാനത്തിലാണ് എത്തിയത്. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിക്കുന്നു. അതിനുശേഷം ഈ ഹെലികോപ്റ്ററിൽ, അതായത് ഈ M-17 ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി, DGP ഇത്രയും പേർ ഒരു ഹെലികോപ്റ്ററിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹെലികോപ്റ്ററിലെ ആകാശയാത്രയാണ് ആദ്യം തന്നെ. അതായത് ഈ ദുരന്ത മേഖലയിലെ ഏരിയൽ സർവേ നടത്തും. നേരത്തെ തന്നെ നിശ്ചയിച്ചത് പ്രകാരം ദുരന്ത മേഖലയിൽ ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമറ്റം മേഖലയിലൂടെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിയെ കൃത്യമായി കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചത്. അതിനുശേഷം നേരെ ഈ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങും. ഹെലിപ്പാഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ തന്നെയായിരിക്കും ആദ്യം യാത്ര. ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ ഇസൂസ് വാഹനത്തിലേക്ക് പ്രധാനമന്ത്രി മാറും. തന്നെ 3 പേർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സുരേഷ് ഗോപി, മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഗവർണർ, ഈ 3 പേരും ഒരുമിച്ച് ഇസൂസ് വാഹനത്തിൽ പ്രധാനമന്ത്രിയെ അനുഗമിക്കും. അവിടെ സ്പോട്ടിൽ ചീഫ് സെക്രട്ടറിയും ADGP അജിത് കുമാറും, 2 പേരും, ഡോക്ടർ വേണുവും അജിത് കുമാറുമായിരിക്കും ദുരന്ത മുഖത്ത് നിന്നും കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ബ്രീഫ് ചെയ്യുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി മേപ്പാടിയിലെ സെൻറ്റ് ജോസഫിലെ ആദ്യത്തെ സ്കൂളിലേക്ക് കയറും. അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് പോകും. ആശുപത്രിയിൽ നിശ്ചയിക്കപ്പെട്ട 7 പേർ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. ഇതിനുശേഷം നേരെ കൽപ്പറ്റയിലേക്ക് എത്തുന്നു. കലക്ട്രേറ്റിൽ യോഗമാണ്. കലക്ട്രേറ്റിൽ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നടത്തും ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ് അറിയിച്ചത്. ഡിജിറ്റൽ പ്രസൻറ്റേഷന് ശേഷം മുഖ്യമന്ത്രി തന്നെ കേരളത്തിൻ്റെ ആവശ്യം പ്രധാനമന്ത്രിക്ക് ഒരു നിവേദന രൂപത്തിൽ നൽകും. അതായത് 2000 കോടിയിലേറെ നാശനഷ്ടം സംഭവിച്ചു, അത് പുനർനിർമ്മിക്കാൻ അതിനേക്കാൾ ഇരട്ടിയിലേറെ തുക വേണ്ടിവരും. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേരള സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ സഹായം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവരെല്ലാം പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമഗ്രമായ പാക്കേജ് കേന്ദ്രം തയ്യാറാകണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ വയ്ക്കും. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടുന്ന് ചോപ്പർ പുറപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറിയും കാര്യങ്ങൾ വിശദീകരിക്കും. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഏതാണ്ട് 25 മിനിറ്റ് കൊണ്ട് തന്നെ ദുരന്ത മേഖലയിലെ ഏരിയൽ സർവേക്ക് എത്തും. അതിനുശേഷം നേരെ ചോപ്പർ എത്തുന്നത് ഇവിടെയായിരിക്കും. MI-17 ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ദുരന്ത മേഖലയിലേക്ക് റോഡ് മാർഗം പോകും. വേണു, ദീപക്, കൃത്യമായി എത്ര മണിക്ക് ഈ ഹെലിപ്പാഡിൽ, കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്? കൂടാതെ ഇപ്പോൾ ഒറ്റ ഹെലികോപ്റ്ററിലാണോ പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി, സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി, DGP എല്ലാം ഉള്ളത്? പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ, അതായത് SPG ക്ലിയർ ചെയ്ത ലിസ്റ്റ് പ്രകാരം അതിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും DGPയും ദർവേഷ് സാഹിബും ഇത്രയും പേർ ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി അനുഗമിച്ച് കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട്. 3 ഹെലികോപ്റ്ററാണ് വരുന്നത്. അതിൽ ആദ്യ ഹെലികോപ്റ്ററിൽ തന്നെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, പിന്നെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും DGP ദർവേഷ് സാഹിബും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. മാത്രവുമല്ല, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമായതും ഹെലികോപ്റ്ററിലേക്ക് പ്രധാനമന്ത്രി കയറുന്നു. അതിന് തൊട്ട് പുറകെ തന്നെ മുഖ്യമന്ത്രി കയറുന്നു. മുഖ്യമന്ത്രിയും സ്വീകരിച്ചതിന് ശേഷം നേരെ ചോപ്പറിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. MI-17 ആദ്യം തന്നെ ഏരിയൽ നിരീക്ഷണം, ആകാശ നിരീക്ഷണം നടത്തും ദുരന്ത മേഖലയിൽ. മാത്രവുമല്ല, മാവോയിസ്റ്റ് ഡോമിനേറ്റഡ് ഏരിയ എന്നുള്ള നിലയിൽ SPGയും കേന്ദ്ര ഇൻ്റലിജൻസും പ്രധാനമന്ത്രി മലമുകളിലേക്ക് നടന്നു കയറരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് ഏരിയൽ സർവേ മാത്രമാണ് ഉണ്ടാവുക. ബേലി പാലത്തിൽ മാത്രമായിരിക്കും പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ റോഡ് മാർഗം നടന്നു നീങ്ങുന്നത്. ബാക്കി ഏരിയൽ സർവേയിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിശദമായ വിവരങ്ങൾ ഈ ഏരിയൽ സർവേ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വേണു, ദീപക്, ഒരു സംശയം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ, അതിലാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളത്, ചീഫ് സെക്രട്ടറി അടക്കം. ഈ യാത്രയിൽ തന്നെ വ്യോമനിരീക്ഷണം നടത്തുക ദുരന്ത മേഖലയിൽ, ആ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുക, അതിനുശേഷം കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുക, അങ്ങനെയാണോ?
അങ്ങനെ തന്നെയാണ്. അതായത് ഹെലിപ്പാഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് മാർഗമാണ്. ആദ്യം പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നത്. അതിനുശേഷം ഈ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രിക്ക് പോകാൻ വേണ്ടി കേരള പോലീസിന്റെ 4 ഇസൂസു, പത്തനംതിട്ടയിൽ നിന്നും മലപ്പുറത്ത് നിന്നും ഉൾപ്പെടെയുള്ള ഇസൂസു, ദുരന്തമുഖത്ത് പോകുന്ന ഇസൂസു. ശരി, ദീപക് നേരത്തെ വിശദീകരിച്ചാണ്. അപ്പോൾ ദീപക് പറയുന്നതിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നത്, കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന എയർഫോഴ്സിന്റെ ഈ പ്രത്യേക ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തുമെന്നതാണ്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആ മേഖലയിലേക്ക് എത്താൻ കഴിയും. അതിനുശേഷം പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ ദുരന്ത മേഖലകൾ കാണും കോപ്റ്ററിലിരുന്ന്. ആ ഘട്ടത്തിലാണ് ചീഫ് സെക്രട്ടറി കേരളത്തിന് എത്രമാത്രം വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ നാശനഷ്ടങ്ങൾ എന്നതിന് സംബന്ധിച്ച സമഗ്രമായൊരു ചിത്രം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുക. അതിനുശേഷമാണ് കൽപ്പറ്റയിൽ SKMJ സ്കൂളിന് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഹെലിപ്പാഡിൽ ഈ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. പിന്നീട് റോഡ് മാർഗം മറ്റ് സ്ഥലങ്ങളിലേക്കും പ്രധാനമന്ത്രി എത്തും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഈ ഓരോ ഘട്ടത്തിലും ഇത്തരം സമാനമായ ദുരന്തങ്ങൾ കേരളം നേരിടുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നത് പരിമിതമാണ് എന്ന പരാതി നമുക്കുണ്ടായിരുന്നു. സൈന്യം പൈസ ചോദിക്കുക, എത്തിച്ച റേഷൻ്റെ പൈസ ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളതുമാണ്. അതിൽ നിന്നും ഭിന്നമായി തുറന്നൊരു നിലപാട് പ്രതീക്ഷിക്കാമോ? കൂടാതെ കേരളം ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ കണക്ക് നൽകുന്നില്ല എന്ന സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കേന്ദ്രം ചൂണ്ടിക്കാട്ടാറുണ്ട്. അങ്ങനത്തെ നൂലാമാലകളിൽ തട്ടിത്തടയുമോ ഈ വയനാട് ദുരന്ത നിവാരണ പാക്കേജും? ഇത്തവണ കുറെ കൂടി അനുകൂല സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്നാണ് കേരളം പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ കേരളം ഇടപെട്ടു. തൊട്ടു പിന്നാലെ കേന്ദ്രത്തിൻ്റെ ഒരു അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നു. വയനാട്ടിലേക്ക് സേനാ വിഭാഗങ്ങൾ എല്ലാവരും എത്തുന്നു. NDRF, അതുപോലെ തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ സഹായം ഉണ്ടാകുന്നു. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അത്തരം ജോലികൾ നടക്കുന്നു. അപ്പോൾ പൊതുവെ കേന്ദ്ര ഏജൻസികളുടെ, കേന്ദ്ര സേനകളുടെ ഒക്കെ സഹായം വയനാട്ടിൽ ഉണ്ടായിരുന്നു എന്നത് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ദുരന്തമുഖത്ത് കുറെ കൂടി അനുകൂലമായ സാങ്കേതികത്വത്തിൻ്റെ നൂലാമാലകൾക്കപ്പുറത്തേക്ക് കുറെ കൂടി തുറന്ന ഒരു സമീപനം കേരളത്തോടുണ്ടാകും എന്നതാണ് പൊതുവെ കരുതുന്നത്. ഇത്തവണ നമ്മൾ ഈ വിഷയത്തിൽ ഇതുവരെ രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തിൽ ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ഒരു MP കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. BJP കേന്ദ്രമന്ത്രിയുണ്ട്, മറ്റൊരു കേന്ദ്രമന്ത്രി കൂടിയുണ്ട്. അപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തവണത്തെ ഈ ദുരന്തത്തെ നേരിടുന്നതിൽ കേന്ദ്രത്തിൻ്റെ കൂടുതൽ സഹായം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ കേട്ടിരുന്നത് പ്രധാനമന്ത്രി ആദ്യം തന്നെ ദുരന്തമുഖത്തേക്ക് എത്താൻ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് യാത്ര മാറ്റിവെക്കാൻ അദ്ദേഹത്തോട് SPG തന്നെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ പക്ഷേ വലിയ വിമർശനവും ഉണ്ടായി. കേന്ദ്രം കേരളത്തെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ശാസ്ത്രജ്ഞരടക്കമുള്ളവരെ രംഗത്തിറക്കിയെന്ന മാധ്യമ വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകൾ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി, കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഉന്നയിച്ചപ്പോൾ ഭൂപേന്ദ്ര യാദവ് ഉന്നയിച്ച വലിയ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയ മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ പക്ഷേ മുഖ്യമന്ത്രി മാത്രമാണ് അത്തരം വിമർശനങ്ങളെ പ്രതികരിച്ചത്. മറ്റു മന്ത്രിമാരൊക്കെ ഈ ഘട്ടത്തിൽ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നപ്പോൾ ഈ വിഷയത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ, ഇപ്പോൾ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. ഒരു ഹ്രസ്വ ചർച്ച അവിടെ നടന്നു. അവിടെയും ഈ മേഖലയിൽ ഉണ്ടായ ദുരന്തം, ഇതൊരു മനുഷ്യ സൃഷ്ടി ആണ് ഈ ദുരന്തം എന്ന മറ്റുള്ള വിമർശനം ഉയർന്ന ഘട്ടത്തിലൊക്കെ അതിനെ കേരളം പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും അതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ, രാഷ്ട്രീയ പരാമർശങ്ങൾ ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത് തുടങ്ങി വെച്ചത് കേന്ദ്രമന്ത്രിമാർ തന്നെയാണ്. കേരളത്തിൽ നിന്ന് അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായി തന്നെ മറുപടി ഉണ്ടാവുകയും ചെയ്തു. അതൊക്കെ നിൽക്കുമ്പോഴും ഈ ഒരു പ്രത്യേക പാക്കേജ് ഒരു അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തണം. മുൻകാലങ്ങളിൽ ഇതിന് സമാനമായ ഇത്രയും തീവ്രതയില്ലാത്ത ദുരന്തങ്ങളെ നേരിട്ട സംസ്ഥാനങ്ങളോട് അന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനമോ അതിനു മുകളിലോ കേരളത്തെ കണക്കിലെടുക്കണം എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യം. ഇക്കാര്യത്തിൽ ഏറെക്കുറെ സമാനമായ അഭിപ്രായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ വെച്ച് പുലർത്തുന്നുണ്ട്. ഗവർണറും ഒക്കെ ഈ അതേ നിലപാട് തന്നെ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്തി ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം, പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ എത്തിയ കേന്ദ്രമന്ത്രി
അടങ്ങുന്ന സംഘത്തിന് ഈ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്ര വലിയ ദുരന്തം അവിടെ നേരിട്ടു, അതിന് കേരളത്തിന് എത്ര വലിയ സഹായം വേണം എന്നതിൽ ഭിന്നാഭിപ്രായം അവർക്കും ഉണ്ടാകില്ല. അത് അനുകൂലമായി തന്നെ പരിഗണിക്കുമെന്നതാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് പോയി അവിടെ പ്രഖ്യാപനം നടത്തുകയാണോ? അതോ നമ്മൾ ഈ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ കേരളത്തിൽ ചില അനുഭവങ്ങളുണ്ട്, കേന്ദ്രത്തിന് നമ്മൾ പ്രതീക്ഷിച്ച മട്ടിലുള്ള സഹായം കിട്ടിയില്ല, അങ്ങനെ സഹായം കിട്ടാതിരിക്കുന്നതിന് കാരണമായി ചില സാങ്കേതികത്വങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തു കേന്ദ്ര ധനമന്ത്രാലയവും ഒക്കെ. അപ്പോൾ ദുരന്ത നിവാരണ ഫണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, തന്നെയുമല്ല ഇത് സസ്റ്റൈനബിൾ ആയി നമുക്ക് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു കണക്കൊക്കെ കഴിഞ്ഞ ദിവസം BJP-യുടെ ബംഗളൂരുവിലെ MP ആ കണക്കൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ കണക്കൊക്കെ കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ BJP നേതാക്കളുടെയൊക്കെ പക്കലുണ്ട്. അപ്പോൾ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ഓരോ മൺസൂൺ കാലത്ത് നമ്മൾ ഇത്തരം പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ അടിയന്തരമായി 2000 കോടിയുടെ ഒരു പാക്കേജ് മുന്നോട്ട് വയ്ക്കുന്നു. അതുകൂടാതെ ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനും അതിനെ നേരിടുന്നതിനും സമഗ്രമായ ഒരു പാക്കേജ് കൂടി കേരളം ആവശ്യപ്പെട്ടേക്കും. അതിന് ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ വലിയ സഹായം ആവശ്യപ്പെട്ടേക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു നിവേദനമായിരിക്കും പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നൽകുക. ഇന്നലെ തന്നെ കേന്ദ്ര സംഘത്തിന് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഉപസമിതി ഈ പറയുന്ന 2000 കോടിയുടെ പാക്കേജ് കൈമാറിയിരുന്നു. അത് ഏറെക്കുറെ അനുകൂലമായി അതിനോട് പ്രതികരിച്ചു എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്നലെ പതിവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ ഘട്ടത്തിൽ വീണ്ടും പ്രതീക്ഷ നൽകുന്നതാണ്. പ്രധാനമന്ത്രി ഏതാണ്ട് 3 മണിക്കൂറോളം ഈ ദുരന്ത മേഖലയിൽ ആകെ ചിലവഴിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മേപ്പാടി ആശുപത്രിയിൽ കാണുന്നവരുടെ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അരുൺ, അനിൽ, അവന്തിക, ഒഡീഷ സ്വദേശിയായ സുഹൃതി എന്നിവരെയാണ് കാണുന്നത്. ഇതിൽ അരുൺ ഏതാണ്ട് മണിക്കൂറുകളോളം ചെളിയിൽ പുതഞ്ഞുപോയി നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിലാണ്. അപ്പോൾ ഇവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവരുടെ പട്ടികയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളും ഇതിൽ നിർണായകമാണ്. നമ്മൾ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു ചിത്രം ഇതിനോടകം പ്രധാനമന്ത്രിയുടെ പക്കലുണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ അത് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.